ടിപ്പ് നമ്പർ 7, ഫൈനൽ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, നോ യുവർ വൈ. നമ്മളിൽ പലരും ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ റെസൊല്യൂഷൻസ് എടുക്കുന്ന കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കയറി റെസൊല്യൂഷൻസ് എടുക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഡ്രോപ്പ് ആവാൻ തുടങ്ങും. നമ്മുടെ റെസൊല്യൂഷൻ ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കൂടും. ഇവിടെയാണ് നമ്മുടെ വൈ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ എടുക്കുന്ന ഏതൊരു റെസൊല്യൂഷൻ ആണെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു റീസൺ കാണും. ആ റീസൺ ആണ് നമ്മുടെ വൈ ഫാക്ടർ. ഇത് കണ്ടെത്തണം നമ്മൾ. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു റെസൊല്യൂഷനാണ് ഐ വോണ്ട് ടു റീഡ് ഡെയിലി. ഇങ്ങനെ റെസൊല്യൂഷൻ എടുക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കേണ്ടത് വൈ ഐ വോണ്ട് ടു റീഡ്, നമ്മൾ എന്തിനാണ് വായിക്കേണ്ടത് എന്ന് കണ്ടെത്തണം. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഏതൊരു റെസൊല്യൂഷൻ ആണെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു റീസൺ ഉണ്ടാവും. അത് നമ്മൾ സമയമെടുത്ത് സ്വയം കണ്ടെത്തണം. ഈ വൈ ഫാക്ടർ, അതായത് നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻ്റെ പിറകിലുള്ള റീസൺ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും. നമ്മൾ എടുക്കുന്ന ഈ തീരുമാനത്തിൻ്റെ പിറകിൽ നമുക്കൊരു റീസൺ അല്ലെങ്കിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. ഇത് നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻസ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഈ വൈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് സ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു വൈ ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കാം.